എൻ്റെ ഈശോയെ, ഒറ്റപ്പെട്ട പോലെയൊക്കെ തോന്നുക, ആരും എന്നെ സ്നേഹിക്കുന്നില്ലാത്ത പോലെ തോന്നുക. ഈശോയെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്താ കുട്ടാ, എന്താ നീ ഇങ്ങനെയൊക്കെ പറയണേ? നീ എന്തിനാ വിഷമിക്കണേ? നിനക്ക് എന്നെ കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ടല്ലേ. എനിക്ക് നിന്നോട് പറയാനുള്ളതൊക്കെ ഇവിടെ ഒരു പുസ്തകത്തിലുണ്ടടാ. നീ ബൈബിളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ആ പുസ്തകത്തിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കണം, നല്ലതാ. നീ ഒറ്റപ്പെട്ടിട്ടൊന്നുമില്ല, നിൻ്റെ കൂടെ ഞാനുണ്ട് കേട്ടാ. പിന്നെ നമുക്കൊന്ന് ബൈബിളിലൂടെ ഒന്ന് കടന്നു പോയാലോ? യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. യോഹന്നാനെ കുറിച്ച് നിനക്കറിയില്ലേ? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട, ഞങ്ങൾ ഒത്തിരി സ്നേഹം പങ്കുവച്ചിട്ടുള്ളവരാണ്. 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം എൻ്റെ പിതാവ്. എൻ്റെ അപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഭൂമിയിലേക്ക് ചെല്ല്, ആരും നശിച്ചു പോകാൻ പാടില്ല. അത്രമാത്രം എൻ്റെ പിതാവ് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത്. ഞാനിവിടെ വന്നിട്ട് എന്തൊക്കെയാണ് സഹിച്ചതെന്നുള്ളത് നിനക്കറിയാലോ. എന്തോരം അടി കൊണ്ടു, എല്ലാവരും അവഹേളിച്ചില്ല എന്നെ. ഞാൻ ഒറ്റപ്പെട്ടില്ലേ? ആരും സഹായിക്കാനില്ലാതെ ഞാൻ ഒറ്റപ്പെട്ട് നിന്ന് എത്ര സന്ദർഭങ്ങളുണ്ടായി. എൻ്റെ സ്നേഹിതന്മാരാന്ന് പറഞ്ഞവരൊക്കെ തന്നെ എന്നെ ഒരാളെന്നെ ഒറ്റിക്കൊടുത്തു. ആരും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ലടാ. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒത്തിരി വേദനിച്ചു ഞാൻ, എത്ര സഹിച്ചു. എൻ്റെ കയ്യിലൊക്കെ ആണി തറച്ച് ഞാൻ കുരിശിലൊക്കെ കിടന്ന്, അങ്ങനെയല്ല ഞാൻ മരിച്ചേ. എടാ, ഞാനത് നിനക്ക് വേണ്ടിയിട്ടായിരുന്നുടാ സഹിച്ചത്. നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. അത്ര ഞാൻ സ്നേഹിക്കണ്ടാ നിന്നെ. നീ ജെറമിയയുടെ പുസ്തകം 31-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് നോക്കിയതെന്ന്. അതിലിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ളത്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. എടാ, അനന്തം എന്ന് പറഞ്ഞാൽ എന്താ? കാണാൻ പോലും പറ്റില്ലടാ നിനക്ക് അളക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം സ്നേഹമുണ്ട് എനിക്ക് നിന്നോട്. ഇനിയൊരു വചനം കൂടെ ഞാൻ പറയാണ്. ഒത്തിരി വചനമുണ്ട്, ഞാൻ പയ്യതൊക്കെ പറഞ്ഞുതരാം നിനക്ക്. റോമറുടെ പുസ്തകം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. എടാ, ഞാൻ നിനക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. നീ മാമോദീസ സ്വീകരിച്ചതല്ലേ? നീ സ്ഥൈര്യലേപനം സ്വീകരിച്ചതല്ലേ? എടാ, ആ സമയത്ത് നിനക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. നീ അതിങ്ങനെ ഒളിപ്പിച്ച് വെച്ച കാരണല്ലേ? അത് പരിശുദ്ധാത്മാവ് ചൊലിക്കട്ടെ നിന്നില്ലേ? നീ എന്നോട് പ്രാർത്ഥിക്ക്, നീ ചോദിക്ക്. നീ എന്നോട് ചോദിക്കാത്തത് കൊണ്ടല്ലേ? ആ പരിശുദ്ധാത്മാവ് ചൊലിക്കട്ടെ നിന്നില്ലേ? നീ സമയം കണ്ടെത്തി എൻ്റെ കൂടെയൊക്കെ ഒന്ന് ഇരിക്കേ ഏട്ടാ. നീ ഒറ്റയ്ക്കൊന്നുമല്ല, നിൻ്റെ കൂടെ ഞാനുണ്ടാ. നീ എന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയില്ല. നിന്നെ എനിക്ക് അത്രയ്ക്കിഷ്ടമാടാ. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് കേട്ടാ, നീ വിഷമിക്കണ്ട. ഈശോയെ, സോറി കേട്ടോ. നീ എന്നെ ചങ്ക് പറിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നീയാണ് എന്നെ സ്നേഹിക്കുന്നത് എനിക്കിപ്പോൾ മനസ്സിലായപ്പാ.